നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സെക്കൻഡ് ജനറേഷൻ DES സ്റ്റണ്ടുകൾക്ക് ഇങ്ങനെ ഈ സ്റ്റണ്ട് ത്രോംബോസിസ് ഒക്കെ വളരെ കുറവാണ്. എന്നിരുന്നാലും സംഭവിക്കുന്നുണ്ട്. സോ നമുക്കതിൻ്റെ കാരണങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്പർ 1, ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കഴിയുമ്പോൾ ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ 2 തരത്തിലുള്ള ആൻറ്റിപ്ലേറ്റ്ലെറ്റ് മരുന്നുകൾ കൊടുക്കും എന്ന്. ഈ മരുന്നുകൾ രോഗി തന്നിഷ്ടപ്രകാരമോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും ഇൻഫ്ലുവൻസിലോ നിർത്തിക്കഴിഞ്ഞാൽ അത് സ്റ്റണ്ടിനകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസണാണ്. മരുന്നുകൾ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ റീസൺ. സോ അത് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്പർ 2, ഈ പ്രൊസീജിയർ ആൻജിയോപ്ലാസ്റ്റി പ്രൊസീജിയർ ചെയ്യുന്നതിനടക്കുള്ള കുറച്ച് പ്രശ്നങ്ങൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സ്റ്റണ്ട് ഭിത്തിയോട് ചേർന്ന് ഫിറ്റായിട്ട് നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ സ്റ്റണ്ടിൻ്റെ വശങ്ങൾ അറ്റങ്ങൾ വേറിട്ട് നിൽക്കുക. ഇനി സ്റ്റെൻറ്റിൻ്റെ സൈസും അതുപോലെ ബ്ലഡ് വെസലിൻ്റെ സൈസും തമ്മിൽ മിസ്മാച്ച് വരിക, വ്യത്യാസങ്ങൾ വരിക. അപ്പോൾ കറക്റ്റായി ഫിറ്റായിട്ട് നിൽക്കില്ല. അങ്ങനെയാകുമ്പോൾ സ്റ്റെൻറ്റ് ത്രോംബോസിസ് സംഭവിക്കും. ഇനി മാത്രമല്ല നമ്മുടെ ബ്ലോക്കിൻ്റെ നീളം കൂടുക. ബ്ലോക്കിൻ്റെ നീളം കൂടുമ്പോൾ സ്റ്റെൻറ്റുകളുടെ എണ്ണം കൂടും. സ്റ്റെൻറ്റിൻ്റെ എണ്ണം കൂടുമ്പോൾ അത് ബ്ലോക്ക് ആവാൻ, അതിനകത്ത് ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ചാൻസസ് കൂടും. 2 അതിൽ കൂടുതലോ സ്റ്റെൻറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഓവർലാപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോഴും അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ രോഗിക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഇത്തരത്തിൽ സ്റ്റെൻറ്റ് ത്രോംബോസിസിൻ്റെ സാധ്യതകളുണ്ട്. പിന്നെ പൊതുവെ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലുള്ള ആളുകളുണ്ട്. അവർക്കും ഇത്തരത്തിൽ സ്റ്റെൻറ്റിനകത്ത് ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യതകളുണ്ട്. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു സ്റ്റെൻറ്റ് ഇട്ടു എന്ന് കരുതിയിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആവുന്നില്ല. ഈ സ്റ്റെൻറ്റിന് നമ്മൾ നല്ലപോലെ കെയർ ചെയ്യണം. പ്രത്യേകിച്ച് ആ 2 മരുന്നുകൾ കഴിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും നമ്മൾ ചെയ്യാൻ പാടില്ല. മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിക്കണം. പിന്നെ പ്രൊസീജിയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറേഴ്സ് വരികയാണെങ്കിൽ അതിന് രോഗിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ ഷുഗറും പ്രഷറൊക്കെ ഉള്ള ആളുകൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. സോ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആളുകളുടെ അറിവിലേക്കായി വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്